അമ്മയെ പറ്റിയുള്ള ചർച്ചകൾ വലിയ വിവാദങ്ങളിലെത്തിയത് കഴിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ്. അമ്മ എന്ന താരസംഘടനയുടെ പ്രസക്തി ബോധിപ്പിച്ച ഒരു സാഹചര്യത്തിൽ പക്ഷേ ആ ഒരു സംഘടന ഇത്തരം വിഷയങ്ങളിൽ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ചും സ്ത്രീകളടക്കം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയത് ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ്. വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഈ റിപ്പോർട്ടിന് ശേഷം വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും കേരളത്തിലുള്ള പ്രധാന താരങ്ങളടക്കം ആരോപണ വിധേയരാകുകയും ലൈംഗികാതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നിരവധി കേസുകൾ ചാർജ് ചെയ്യുകയും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അത് നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം, അതായത് പാർവതി തിരുവോത്ത് പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പാർവതി തിരുവോത്ത് ഈ ഒരു അമ്മ എന്ന താരസംഘടനയിൽ നിന്നും രാജിവെച്ചതിന് ശേഷം, അവർ പുറത്തു പോയതിനു ശേഷം വുമൺ കളക്റ്റീവ് എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇത് എത്തിയത്. ഏതായാലും പാർവതി തിരുവോത്ത് അമ്മ എന്ന താരസംഘടനയെ പറ്റിയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു അസോസിയേഷനാണ്, ഒരു ക്ലബ്ബല്ല, ഒരു കുടുംബമല്ല. ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പം പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് വിട് പാർവതി, അത് നമ്മുടെ ഒരു കുടുംബമല്ലേ, നമ്മളിങ്ങനെ ഒത്തിരിച്ച് നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാം. പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടു വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ്. അതായത് എല്ലാവരും അവരവർ തന്നെ തീരുമാനിക്കും ആരാണ് റൺ ചെയ്യുന്നത്, കൈപൊക്കി കാണിക്കാൻ പറയും. ലഞ്ചിന് എല്ലാവരും പോകുന്ന സമയത്താണ് അവരത് നടത്തും ചെയ്യുക, സോ ദാറ്റ് മാക്സിമം ആൾക്കാർ അതിനകത്ത് ഉണ്ടാവില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുകയോ എന്ന് ഇറങ്ങാൻ തോന്നും. അതാണ് ഞാൻ ചെയ്തത്. പ്രതീക്ഷ ഒരുപാട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കവേള ബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത് അത് അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഉള്ളപ്പോൾ നമുക്കും കൂടെ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരതിലേക്ക് ജോയിൻ ചെയ്തത്, ആ പെറ്റീഷനിലേക്ക്. അതുവരെ അത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങളെടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് അങ്ങനെ പതുക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ശരി എന്നാൽ പിന്നെ ഒരു ടോയ്ലറ്റൊക്കെ വെച്ച് കൊടുക്കാം, പോട്ടെ അങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കാം, ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, പാർവതി തിരുവോത്ത് പറഞ്ഞ പ്രശ്നങ്ങൾ ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ വലിയ വിഷയങ്ങളാണ് ഇതൊക്കെ. ഏതായാലും ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് ഈ ഒരു നിർണായകമായ വിഷയമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവർക്ക് ഒരു ബാത്റൂം സൗകര്യം പോലും സെറ്റുകളിൽ ഉണ്ടായിരുന്നില്ല എന്നും ഇത് തങ്ങളുടെ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കിട്ടിയത് എന്നും അത് എന്താണ് താൽക്കാലികമായ ഒരു സെറ്റിൽമെന്റ് പോലെ ചെയ്ത കാര്യമാണെന്നും അവിടെയുള്ള മെയിൽ ആക്ട്രസിനും ഇത് പ്രശ്നമുണ്ടായത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കിട്ടിയതുമെന്നാണ് പാർവതി തിരുവോത്ത് പറയുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്നുള്ളത് അമ്മ എന്നുള്ള AMMA എന്നുള്ള താരസംഘടനയുടെ അവരുടെ മനോഭാവത്തെ പറ്റിയും അവരുടെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയെ പറ്റിയും അതിന്റെ ജനാധിപത്യത്തെ ക്രമത്തെ പറ്റിയൊക്കെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമായേക്കാവുന്ന ചില കാര്യങ്ങളാണ് പാർവതി തിരുവോത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ എന്നുള്ള ഈ ഒരു താരസംഘടനയുടെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇനിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അവിടെ അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകളോട് കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങളെ പറ്റി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ പറ്റിയൊക്കെ നിശബ്ദത പാലിക്കുന്ന, അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ഇവന്റുകൾ നടത്തി പരിപാടികൾ നടത്തി മാത്രം മുന്നോട്ട് പോകുന്ന കേവലം ഒരു കടലാസ് ഗ്രൂപ്പ് മാത്രമാണ് AMMA എന്നുള്ള സംഘടന എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം. അവർ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയോ അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾക്ക് ഇത്രയും കാലമായിട്ടും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ താരരാജാക്കന്മാരൊക്കെ അണിനിരക്കുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഈ AMMA എന്നുള്ള അമ്മ എന്നുള്ള ഈ ഒരു സംഘടനയെ കൊണ്ട് എന്ത് കാര്യമാണ് ഇവിടുത്തെ
ആർട്ടിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ സംഘടനയെ നയിക്കുന്ന സിദ്ദിഖടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരം വലിയ ആളുകൾ ഇപ്പോഴും പീഡന കേസുകളിലും അല്ലെങ്കിൽ അത്തരം കേസുകളിലൊക്കെ ആരോപണ വിധേയരായി വലിയ രീതിയിലുള്ള അതിന്റെ അന്വേഷണങ്ങളും നിയമ നടപടികളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ കൂടിയാണ് ഇത്തരം ഒരു സംഘടനയെ നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഏതായാലും ഈ ഒരു ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ചും വനിതാ ആർട്ടിസ്റ്റുകളടക്കം നേരിടുന്ന അവഗണനയെ പറ്റിയുള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ കൂടിയായിരുന്നു പാർവതി തിരുവോത്തിന്റെ നേതൃത്വത്തിലുള്ള വുമൺ കളക്റ്റീവും അതോടൊപ്പം തന്നെ AMAയിൽ നിന്നും ഇവർ രാജിവെച്ച് പുറത്തു പോകാനുണ്ടായ സാഹചര്യവും കൂടി ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്.